എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇവിടെ അരി കുതിരാൻ ഇട്ടിട്ടുണ്ട്. ഞാനൊരു 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അരി നന്നായി കഴുകി 4 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായി മാറ്റി വെക്കണം. ഇനി ഒരു 1.5 കപ്പ് ശർക്കര, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം. ഒന്ന് ജസ്റ്റ് ഉരുക്കിയെടുത്താൽ മതി, ഒരു നുൾ പരുവൊന്നും ആവണ്ട. ശർക്കര ഇപ്പം നല്ല പാനിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. അരിയൊക്കെ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുക. ശർക്കര ഞാനൊന്ന് അരിച്ചെടുക്കുവാണ്. അതിനകത്ത് പൊടിയോ പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്ക കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇത് അരയ്ക്കേണ്ടത് തരിതരിപ്പായിട്ടാണ് അരയ്ക്കേണ്ടത്. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയണ്ട. തരിതരിപ്പായിട്ട് കുറച്ച് തരി കിടക്കത്തക്ക രീതിയിൽ നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരു 3 ടേബിൾ സ്പൂണോളം മൈദയോ ആട്ടയോ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആദ്യം അരി അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വിട്ടുപോയതാണ്. കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ദോശമാവിൻ്റെയൊക്കെ അയവിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. കോരി ഒഴിക്കാൻ പറ്റിയൊരു പാകത്തിന്. പിന്നീട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഇച്ചിരി കുറുകിയിരിക്കുന്നതുകൊണ്ട് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്താണ്. ഇതിലേക്ക് ഒരു 2-3 നുള്ള് സോഡാപ്പൊടി, കൂടിപ്പോകരുത്. ഒരു നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ തലേദിവസമേ അരച്ച് പൊങ്ങാനായിട്ട് വെക്കുവാണെങ്കിൽ സോഡാപ്പൊടിയുടെ ആവശ്യമില്ല. ഇന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ടാണ് സോഡാപ്പൊടി ചേർത്തത്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി നമുക്ക് നല്ല ടൈറ്റായിട്ട് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 4 മണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കാം. ഒരു 3-4 മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മാറ്റി വെക്കുമ്പോഴത്തേക്കും നമുക്ക് നെയ്യിൽ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് തേങ്ങ ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും തേങ്ങ ഉപയോഗിക്കാം. തേങ്ങ ഇടുന്നത് നല്ല ടേസ്റ്റാണ്. തേങ്ങയും എള്ളും. തേങ്ങ വറുത്തിടാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള നെയ്യ്, ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യൊന്ന് ചൂടായപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയാണ് മൂപ്പിച്ച് ഒരു ബ്രൗൺ കളർ വരുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ സ്കിപ്പ് ചെയ്ത തേങ്ങ ഇടുന്നത് നല്ലൊരു ടേസ്റ്റാണ് നെയ്യപ്പത്തിന്. ഇതൊന്നൊരു 3/4 വേവാകുമ്പോൾ നമുക്ക് എള്ള് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ തേങ്ങാക്കൊത്തൊക്കെ മൂത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ എള്ള്. ഇത്ര മതി. ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ ഇരുന്ന് ഇതൊന്നുകൂടെ ഒന്ന് മൂക്കും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ആറിയിട്ട് വേണം. നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുമ്പിട്ട് മാത്രം നമ്മൾ മാവിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുവരെ നമുക്കിതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇപ്പം എന്താ ഇവിടെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങയും എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി അങ്ങ് ഇളക്കി കൊടുക്കാം. എന്താ മാവ് ഇതുപോലെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഒരു ദോശമാവിൻ്റെ പാകത്തിനാണ് വേണ്ടത്. നമുക്കൊരു വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കാം. മധുരമൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയിൽ നന്നായി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കുക. ചൂടായതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചിട്ട് ഓരോ തവി മാവ് വീതം കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. തിരിച്ചിട്ട് കൊടുത്ത് നന്നായി പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ബ്രൗൺ ഒരു ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും കോരി മാറ്റാം.
തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല, പുറം പെട്ടെന്ന് കരിഞ്ഞും പോകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നെയ്യപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഷേപ്പിലും ഉണ്ടാകാൻ നല്ല സോഫ്റ്റാണ്, പുറത്ത് നല്ല ക്രിസ്പിയുമാണ്. നല്ല പെർഫെക്റ്റായിട്ടുള്ള ഒരു നെയ്യപ്പം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് കടിക്കാനും ഉണ്ട്. ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചായയുടെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻസൊക്കെ അറിയിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റായിട്ടും ഉള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിഷുവിന് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു.